ഹലോ, ഇത് നമ്മളെ കസ്റ്റമറിൻ്റെ ഒരു ഫ്രോക്കാട്ടോ. ഇത് വെച്ചിട്ട് ആളുടെ മോൾക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യുമെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇതേപോലെയൊക്കെ നമ്മൾ സ്റ്റിച്ച് അയച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ താഴ്ഭാഗം മാത്രമാണ് നമ്മൾ എടുക്കുന്നത്, ബോഡി പാർട്ട് എടുക്കുന്നില്ല കേട്ടോ. ഇതേപോലെ നിവർത്തി വയ്ക്കുക. അത് ഓൾറെഡി 2 പീസാണല്ലോ, അപ്പോൾ ഒന്നുകൂടെ ഫോൾഡ് ചെയ്താൽ മതി. അപ്പോൾ 4ആയിട്ട് കിട്ടും. ഇതേപോലെ ഒരു സൈഡ് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം നമ്മൾ മെയിൻ ക്ലോത്തിൻ്റെ ലെങ്ത് ഒന്ന് നോക്കുക കേട്ടോ. എന്നിട്ട് ലൈനിങ്ങിൽ ഇതേപോലെ മാർക്കിങ് ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ 1 ഇഞ്ചൊന്ന് താഴ്ത്തി മാർക്ക് ചെയ്തിട്ട് ഒരു ലൈന് വരച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുക. നെക്ക് വിഡ്ത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടേ ഉള്ളൂ, കാരണം ഇത് ക്യാൻവാസിലാണ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഷോൾഡർ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയാണോ ഷോൾഡർ എടുത്തത് അതിൻ്റെ 2-1 വേണം ചെയ്യാൻ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അളവ് എത്രയാണോ അതിൻ്റെ 2-1 ചെയ്യുക കേട്ടോ. ശേഷം നമ്മൾ ഷേപ്പ് ലെങ്ത് ആണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആ ഷേപ്പ് വരുന്ന ഭാഗമല്ലേ അവിടുത്തെ ലെങ്ത് ആട്ടോ. പിന്നെ കൈക്കുഴി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 4.75 ചെയ്തത്. കൈക്കുഴി നമ്മൾ എത്രയാണോ അതിന്റെ പകുതിയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കൈക്കുഴി നമ്മൾ അളവെടുക്കുന്ന സമയത്ത് ടൈറ്റ് ആയി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക, അപ്പോഴേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ ആ കൈക്കുഴി മാർക്ക് ചെയ്ത ആ പോയിന്റിലേക്ക് നമ്മുടെ ചെസ്റ്റ് റൗണ്ടിലേക്ക് 1 ഇഞ്ചോ അല്ലെങ്കിൽ 1/4 ഇഞ്ചോ ലൂസ് ഇട്ടിട്ടൊന്ന് മാർക്ക് ചെയ്യുക. അതായത് ചെസ്റ്റ് റൗണ്ട് എത്രയാണോ അതിന്റെ 4/1 അതിലേക്ക് നമ്മുടെ ലൂസിനുള്ളത്, പിന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ, അങ്ങനെ വേണം മാർക്ക് ചെയ്യാൻ. അതേപോലെ തന്നെ നമ്മുടെ ഷേപ്പ് ലെങ്ത് മാർക്ക് ചെയ്തിട്ടില്ലേ, ആ പോയിന്റിൽ നിന്ന് ഷേപ്പ് റൗണ്ട് മാർക്ക് ചെയ്യുക. അത് മാർക്ക് ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ 4/1 കൂടെ 1/4 ഇഞ്ച് ആഡ് ചെയ്യുക. എന്നിട്ട് മാർക്ക് ചെയ്യുക. ശേഷം 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കണേ. പിന്നെ നമ്മൾ ഈ കൈക്കുഴിയില്ലേ, അത് ഈ കോർണറിൽ നിന്ന് 1 ഇഞ്ച് വരുന്ന രീതിയിൽ നമ്മൾ ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഷോൾഡറിന്റെ അവിടെ നിന്ന് 1/2 ഇഞ്ച് താഴ്ത്തിയിട്ട് ഇതേപോലെ ഒരു പോയിന്റ് കൊടുത്തിട്ട് ആ പോയിന്റ് നമ്മൾ നേരത്തെ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തില്ല, ആ പോയിന്റ് തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഈ മാർക്ക് ചെയ്ത ഈ പോയിന്റും താഴെ വരെയുള്ളതില്ലേ, അത് എത്രയാണ് ലെങ്ത് എന്ന് നോക്കുക. ആ ലെങ്ത്തിന്റെ പകുതിയിൽ ജസ്റ്റ് ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. അവിടുന്ന് 1/2 ഇഞ്ച് ഉള്ളിലോട്ട് മാർക്ക് ചെയ്തിട്ട് ഈ ഷോൾഡർ നമ്മൾ ചിരിച്ച പോയിന്റ് ഇല്ലേ, ആ പോയിന്റും നമ്മളിപ്പം മാർക്ക് ചെയ്ത പോയിന്റും കൂടെ ചേർത്തിട്ട് ഇങ്ങനെ കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. അതാണ് നമ്മുടെ ഫ്രണ്ടിലെ കൈക്കുഴി, അതിന്റെ കുഴിവാണ് നമ്മൾ ആ മാർക്ക് ചെയ്തത് കേട്ടോ. ശേഷം ഞാനിപ്പോ നേരത്തെ കിട്ടിയ ഫുൾ ലെങ്ത് 32 ഉള്ളത് കൊണ്ട് തന്നെ ഇതിന് എത്രയാണോ കിട്ടുന്നത് ആ ലെങ്ത് അങ്ങ് എടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇതിപ്പോ 27 ഇഞ്ചാണ്, അപ്പൊ ഈ ലെങ്ത് ഞാൻ അങ്ങ് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ 4 പീസും 4 ലെവലിലാണുള്ളത്. അപ്പോൾ ഒരേ ലെവലിൽ കിട്ടുന്ന ഭാഗത്തേക്ക് ലെങ്ത് വെച്ചിട്ട് ഞാൻ ഇതിന്റെ ഷേപ്പ് ഒന്ന് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ വിഡ്ത്ത് വേണ്ടത് അതിനനുസരിച്ച് വിഡ്ത്ത് എടുക്കാം. ഞാനിപ്പോൾ എനിക്ക് ഏകദേശം വേണ്ട ഒരു വിധത്തിൽ ഇതങ്ങ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്യുന്നതിന്റെ മുന്നേ ഷോൾഡറിന്റെ അവിടെ അല്ലേ, അവിടെ നമ്മൾ തയ്ക്കുന്നതിനനുസരിച്ച് 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ കൂട്ടിയിട്ട് കട്ട് ചെയ്യുക കേട്ടോ. തയ്യൽ തുമ്പ് വേണമെങ്കിൽ ഇതേപോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് അത് കൂട്ടിയിട്ട് അങ്ങ് കട്ട് ചെയ്ത് പോയാലും മതി. പിന്നെ നമ്മുടെ കൈക്കുഴിയില്ലേ, കൈക്കുഴിന്റെ അവിടെയും നമ്മൾ തയ്യൽ തുമ്പ് ആഡ് ചെയ്തിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാൻ. അത് നമ്മൾ ഇതിൽ മാർക്ക് ചെയ്തിട്ടില്ല. മാർക്ക് ചെയ്യുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാർക്ക് ചെയ്യാത്തത്. എന്നിട്ട് ഇതേപോലെ നമ്മൾ പിടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പീസ് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഈ പീസിന്റെ ഫ്രണ്ട് ആം ഹോള് നമ്മൾ മാർക്ക് ചെയ്തില്ലേ, അതിന് തയ്യൽ തുമ്പ് ഇട്ടുകൊണ്ട് കട്ട് ചെയ്യുക കേട്ടോ. തയ്യൽ തുമ്പ് ഇടാൻ മറന്നു പോകരുതേ. എന്നിട്ട് നമ്മുടെ മെയിൻ ക്ലോത്തില് ഈ ലൈനിങ് പീസ് ഇതേപോലെ സെറ്റ് ആക്കി വെച്ചിട്ട് ഈ മെയിൻ ക്ലോത്തിന് എത്രയാണോ മാക്സിമം ലെങ്ത് കിട്ടുന്നത് ആ ഒരു ലെങ്ത് ഞാനിപ്പോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ അളന്ന ലെങ്ത് ഇതിന് കിട്ടില്ല കേട്ടോ, കാരണം 2 പീസ് കുറച്ച് ലെങ്ത് കുറവുണ്ട്. അപ്പോൾ ആ ഉള്ള ലെങ്ത്തിൽ ഞാൻ അങ്ങ് മാർക്ക് ചെയ്തിട്ട് ഈ ലൈനിങ്ങിന്റെ സെയിമിന് അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, പിന്നെ ബാക്ക് പീസ് വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ കേട്ടോ. ശേഷം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പീസ് എടുത്ത് മാറ്റിയിട്ട് നമ്മുടെ ഫ്രണ്ട് പീസ് വെച്ചിട്ട് അതിൻ്റെ ആ ഷേപ്പിൽ നമ്മൾ കൈക്കുഴി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾ നെക്ക് ക്യാൻവാസ് അല്ലാതെയാണ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു സമയത്ത് വേണം നെക്കിൻ്റെ കട്ടിങ്സും ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ക്യാൻവാസിൽ ചെയ്യായതുകൊണ്ടാണ് അത് ചെയ്യാത്തത് കേട്ടോ. ഇനി മെയിൻ ക്ലോത്തിൽ നമ്മളെ ബാക്കിയുള്ള പീസ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലൊരു പീസ് എടുത്തിട്ട് ഇതേപോലെ 4ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്യുക. ശേഷം നമ്മുടെ സ്ലീവിന്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ 3.5 ഇഞ്ചാണ് ലെങ്ത് എടുക്കുന്നത്. അപ്പൊ അതിലേക്ക് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ചേർത്ത് 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താഴ്ഭാഗത്തെ തയ്യൽ തുമ്പ് മാത്രം കേട്ടോ 1/2 ഇഞ്ച് കൊടുത്തത്. നിങ്ങൾ മടക്കി തയ്ക്കുന്നതിനനുസരിച്ചിട്ടുള്ള തയ്യൽ തുമ്പ് കൊടുക്കാം.
മുകളിൽ ഷോൾഡറുമായിട്ട് ജോയിൻ ചെയ്യാൻ 1 ഇഞ്ച് നമ്മൾ വേറെ തന്നെ തയ്യൽ തുമ്പ് കൊടുക്കണം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള അതായത് മുകളിൽ നമ്മൾ മാർക്ക് ചെയ്ത 1/2 ഇഞ്ചിന്റെ താഴത്തേക്കാണ് നമ്മൾ അളവുകൾ മാർക്ക് ചെയ്യുക. അപ്പോൾ 4 ഇഞ്ചല്ലേ നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്തത്. അപ്പൊ സ്ലീവിന്റെ ലെങ്ത് നമ്മൾ നോർമലി നമ്മൾ കൈക്കുഴി കുഴിക്കുമ്പോൾ 3 ഇഞ്ചല്ലേ എടുക്കാറ്. അപ്പോൾ ആ 3 ഇഞ്ച് ഇതിൽ നിന്ന് കുറച്ചിട്ട് ബാക്കി 1 ഇഞ്ചാണുള്ളത്. ആ 1 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ പോയിന്റിലേക്ക് നമ്മൾ ഇതേപോലെ സ്കെയിൽ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലൊരു ഷേപ്പ് നമ്മൾ ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ സ്ലീവിന്റെ ഒരു ഷേപ്പ് ഇങ്ങനെ നീട്ടി അങ്ങ് വരച്ചു കൊടുക്കുക. ഇത് റഫൽ സ്ലീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ലെങ്ത് വേണമല്ലോ പ്ലീറ്റ്സ് ഇടാൻ. അപ്പോൾ അതേപോലെ നീട്ടി വരയ്ക്കുക. എന്നിട്ട് നമ്മുടെ കൈയുടെ ഷേപ്പ് ഇല്ലേ ഫ്രണ്ട് ആം ഹോളിന്റെ, അത് നീട്ടി വരച്ചു കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്തുകൊണ്ട് കട്ട് ചെയ്യുക കേട്ടോ. നമ്മളെ കട്ടിങ് വരുമ്പോഴാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ തയ്യൽ തുമ്പിന്റെ അടുത്ത് എത്തേണ്ടത്. ഇതേപോലെ വേണം കട്ട് ചെയ്യാൻ. എന്നിട്ട് സെന്ററിലൊരു നോച്ച് ഇട്ട് കൊടുക്കുക, സെന്റർ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതേപോലെ നിവർത്തി വെച്ച ശേഷം നമ്മൾ ഫ്രണ്ടിലെ കൈക്കുഴി മാർക്ക് ചെയ്തില്ലേ, അതിന് തയ്യൽ തുമ്പ് ചേർത്തിട്ട് കട്ട് ചെയ്യാം കേട്ടോ. തയ്യൽ തുമ്പ് ചേർത്തിട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത ലൈനിലല്ല, അതിന്റെ കുറച്ച് പുറത്ത് വേണം കട്ടിങ് വരാൻ. എന്നിട്ട് ഇതേപോലെ നമ്മൾ ഈ 2 സ്ലീവിനെയും സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതേപോലെ 2 സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിന്റെ സൈഡുകളിൽ കണ്ടോ സ്റ്റിച്ച് പോകുന്ന ഭാഗത്തൊക്കെ കുറച്ച് കല്ലുകളുണ്ട്, അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ബാക്കിയുള്ള പീസില്ലേ, ആ പീസ് ഞാൻ വെച്ചിട്ടാണ് ഞാൻ ഇതിനൊരു വള്ളി ചെയ്യുന്നത്, ബാക്കിൽ കെട്ട് കൊടുക്കുന്നത്. അപ്പൊ കെട്ടിന് നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിനനുസരിച്ച് കൊടുക്കാൻ. ഞാൻ 27 ഇഞ്ച് ലെങ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട വീതിയിൽ ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനൊരു മീഡിയം വീതിയാണ് കൊടുക്കുന്നത്, ഒരുപാട് വീതി കൊടുക്കുന്നില്ല. ഈ ക്ലോത്ത് കിട്ടുന്നതിനനുസരിച്ച് ചെയ്യാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിന്റെ താഴ് ഭാഗത്ത് വരുമ്പോൾ ഇതേപോലെ ഒന്ന് ക്രോസ് ആയിട്ട് വരച്ചു കൊടുക്കുക, ഒരു കോൺ ഷേപ്പിൽ. അപ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും വള്ളിക്ക്. എന്നിട്ടിത് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത്. ശേഷം കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിന്റെ ഇവിടെ ഒരു സ്റ്റിച്ചിങ് വരുന്നുണ്ടായിരുന്നു, ആ സ്റ്റിച്ച് നമുക്കൊന്ന് തുന്നയിച്ചെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ബോഡി പാർട്ടിലും ഇതേപോലെ സ്റ്റിച്ച് പോകുന്ന ഭാഗത്തുള്ള കല്ലുകളൊക്കെ റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ്. റിമൂവ് ചെയ്യുന്ന കല്ലുകൾ ഞാൻ കളയുന്നില്ല കേട്ടോ, ഇതെന്തിനാന്ന് ലാസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ ഈ സ്ലീവിൻ്റെ താഴ് ഭാഗം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ ലൈനിങ്ങിന്റെ താഴ് ഭാഗവും നമ്മളിപ്പോൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് മടക്കി അടിക്കുക, അതേപോലെ അല്ലെങ്കിൽ ഇതേപോലെ റോൾഡ് ഹെമ്മിങ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എനിക്ക് തോന്നുന്നത് ഈ റഫിൾ സ്ലീവ് ഒക്കെ പോലത്തെ ഇങ്ങനത്തെ സ്ലീവ് ആവുമ്പോൾ നൈസ് ക്ലോത്തും ആവുമ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ റോൾഡ് ഹെമ്മിങ് ചെയ്യുന്നതായിരിക്കും അതിനൊന്നുകൂടെ നല്ല ഭംഗി കിട്ടുക കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളെ കയ്യിൽ ഇറ്റാ മെഷീൻ ഇല്ലയെന്ന് വിചാരിച്ച് ബേജാറാവണ്ട. ഇതില്ലാത്തവർക്ക് സാധാ മെഷീനിലും ഇതേപോലെ ചെയ്തെടുക്കുക. അതിനുള്ള വഴി എന്താണെന്നൂടെ ഞാൻ ഇതിൽ കാണിച്ചു തരാം കേട്ടോ. ഞാനിപ്പോൾ ലൈനിങ്ങിൻ്റെ ഒരു ഭാഗം ഈ സാധാ മെഷീനിലാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ പവർ മെഷീനാണ്, നിങ്ങൾ സാധാ സിംഗിൾ മെഷീനിലും ഈ സെയിം സംഭവം ചെയ്തെടുക്കുക. അപ്പൊ അതിന് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട ക്ലോത്ത് നമ്മൾ നോർമലി സ്റ്റിച്ച് ചെയ്യുമ്പോൾ അംബർല കട്ട് പോലത്തെ ഒക്കെ ഷേപ്പ് ആകുമ്പോൾ ഫസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും, പിന്നെ ഒന്നുകൂടെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. പക്ഷെ ഇതിന് അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കൈ വെച്ചിട്ട് ഇതിന്റെ അറ്റം ഇതേപോലെ ഒന്ന് ചുരുട്ടുക. നമ്മൾ പണ്ട് പൈസയൊക്കെ ചുരുട്ടാറില്ലേ, അതേപോലെ കേട്ടോ. ഇങ്ങനെ കൈ വെച്ചിട്ട് വളരെ നൈസായിട്ട് ചുരുട്ടിയിട്ട് നമ്മൾ ആ ചുരുട്ടിയ ഭാഗത്തേക്ക് മെഷീന്റെ സൂചി കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ചുരുട്ടിന്റെ മുകളിൽ കറക്റ്റ് വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കുറച്ച് ഫസ്റ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുള്ള പോലെ തോന്നും, പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ചെയ്തു തുടങ്ങുമ്പോൾ നമുക്കൊരു പ്രശ്നമില്ലാതെ നീറ്റായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പ്രശ്നമല്ല, ഇതിൻ്റെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റേ മെഷീനിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് സിഗ്സാഗ് സ്റ്റിച്ച് ഉണ്ടാവും, ഈ മെഷീനിൽ സിഗ്സാഗ് സ്റ്റിച്ച് ഇല്ല. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും എന്നല്ലാതെ നമ്മൾ ഒറ്റയടിക്ക് കാണുന്ന സമയത്ത് ഇതും അതും സെയിം ആയിരിക്കും കേട്ടോ. പക്ഷേ നമ്മൾ ഒരുപാട് കട്ടിയുള്ള ക്ലോത്തുകളിൽ ഇതേപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ടാകും. നൈസായിട്ടുള്ള ഏത് ക്ലോത്തിലും നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാം കേട്ടോ. വളരെ നീറ്റായിരിക്കും. ഷോളിൻ്റെ അരികൊക്കെ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ
ആ കാര്യത്തിലും നിങ്ങൾക്ക് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പൊ ലൈനിങ്ങും സ്ലീവും ഒക്കെ നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ സാധാ മെഷീനിൽ ചെയ്തത് കേട്ടോ. ഇനി ലാസ്റ്റ് ഞാൻ സാധാ മെഷീനിൽ ചെയ്തതും മറ്റേതും രണ്ടും ഒരുമിച്ച് വെച്ച് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾ ഇനി ബാക്കി എന്താന്ന് വെച്ചാൽ നമ്മുടെ ബോഡി പാർട്ടിന്റെ ഫ്രണ്ട് ഭാഗവും അതേപോലെ ബാക്ക് ഭാഗവും എടുത്തിട്ട് നമ്മുടെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഇതേപോലെ വെച്ചിട്ട് ജസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുക്കുക. ലോക്കൊന്നും ഇടണ്ട, കാരണം അത് പിന്നീട് അയച്ചെടുക്കാനുള്ളതാണ്. എന്നിട്ട് നമുക്ക് ക്യാൻവാസിൽ നമ്മുടെ നെക്ക് കട്ട് ചെയ്യാം കേട്ടോ. ഇതിലിപ്പോൾ ഉള്ള വര അതിൽ ആദ്യമുള്ള വരയാണ്. നമ്മളിപ്പോൾ വരയ്ക്കുന്ന വര ശ്രദ്ധിച്ചാൽ മതിയേ. അപ്പോൾ ഫസ്റ്റ് ഒരു ലൈന് വരയ്ക്കുക. അതിന്റെ താഴേക്ക് നമ്മൾ ഷോൾഡർ 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ എത്രയാണോ നിങ്ങൾ ജോയിൻ ചെയ്യാൻ എടുക്കാറുള്ളത് ആ ഒരു അളവ് മാർക്ക് ചെയ്തിട്ട് അതിന്റെ അടിയിലേക്ക് ഒരു ലൈൻ കൂടെ വരച്ചു കൊടുക്കുക. ശേഷം നമ്മുടെ നെക്കിന്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുക. ക്യാൻവാസിലെ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എത്രയാണോ നെക്ക് വിഡ്ത്ത് എടുത്തത് അതിന്റെ നേരെ പകുതി അതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ലാതെ നമ്മൾ ക്ലോത്തിൽ മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് തയ്യൽ തുമ്പ് കുറച്ചിട്ടാണ് സാധാരണ മാർക്ക് ചെയ്ത് കൊടുക്കാറുള്ളത്. എന്നാൽ ക്യാൻവാസിൽ ചെയ്യുമ്പോൾ അങ്ങനെയല്ല, കറക്റ്റ് നെക്കിന്റെ പകുതി വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ. ഞാനപ്പോൾ ഇതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ നെക്കിന്റെ ലെങ്ത് മാർക്ക് ചെയ്യുക. നെക്കിന്റെ ലെങ്ത് ഞാൻ 3.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ 3.5 ഇഞ്ചിൽ അടയാളപ്പെടുത്തിയിട്ട് നേരത്തെ മാർക്ക് ചെയ്ത പോയിന്റ് കൂടെ ചേർത്തിട്ട് നമ്മൾ ഇതൊരു സ്ക്വയർ ആക്കി എടുക്കുക. എന്നിട്ട് നിങ്ങൾ നോർമൽ നമ്മുടെ റൗണ്ടിനൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് ഫ്രഞ്ച് കർവൊക്കെ വെച്ചിട്ട് ചെയ്യാം. ഞാനിപ്പോൾ നമ്മുടെ ആലിലയുടെ ഷേപ്പില്ലേ ആ ഒരു ഷേപ്പിലാണ് എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഷേപ്പ് വരച്ചു, അതത്ര പെർഫെക്റ്റ് ആയില്ല. അപ്പോൾ ലാസ്റ്റ് ഈ ഒരു ഷേപ്പാണ് ഞാൻ കറക്റ്റാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഷേപ്പിന്റെ കറക്റ്റിന് നമ്മൾ 1 ഇഞ്ച് പുറത്തേക്ക് മാർക്ക് ചെയ്തിട്ട് അതേ ഒരു ഷേപ്പിൽ തന്നെ വരച്ചെടുക്കുക കേട്ടോ. ആദ്യം 1 ഇഞ്ചിൽ ഇതേപോലെ പോയിന്റ്സുകൾ കൊടുത്തിട്ട് പിന്നെ നമ്മൾ അതൊന്ന് ആ പോയിന്റുകൾ തമ്മിൽ ചേർത്ത് വരയ്ക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ആ ഒരു ഷേപ്പ് തന്നെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഈ പുറത്ത് മാർക്ക് ചെയ്തിട്ടുള്ള ഷേപ്പ് ചേർത്തൊന്ന് കട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് സെന്റർ പോർഷനിൽ ചെറിയൊരു നോച്ച് ഇട്ടിട്ട് നമ്മൾ ഫസ്റ്റ് വരച്ച ലൈൻ ഉണ്ടല്ലോ ആ ലൈനിലേക്ക് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഈ ആലിലയുടെ ഷേപ്പില്ലേ ഉള്ളിൽ മാർക്ക് ചെയ്ത് അത് ഇതേപോലെ ആ ഷേപ്പ് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം. കാരണം ആ ഷേപ്പിലാണ് നമ്മുടെ നെക്ക് വരിക. അപ്പോൾ പിന്നെ നമ്മൾ നേരത്തെ വിട്ട ഈ 1/2 ഇഞ്ചില്ലേ അത് താഴ്ത്തിയിട്ട് കട്ട് ചെയ്തെടുക്കുക. അതെന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ നെക്ക് ഇതേപോലെ വെക്കുന്ന സമയത്ത് വൈഡായി പോവാതിരിക്കാനാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നെക്ക് ഉണ്ടാവുക. ഇനി ഇതേ സെയിം മെത്തേഡിൽ തന്നെ നമ്മുടെ ബാക്ക് പീസ് കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ശേഷം നമ്മുടെ ക്യാൻവാസ് ഇതേപോലെ എടുത്തിട്ട് ക്യാൻവാസിന്റെ ഒരു ഭാഗം നിങ്ങൾ കണ്ടോ ഇതേപോലെ ഗ്ലേസിംഗ് ഉള്ള ഭാഗം ഉണ്ടാവും, മറ്റേ ഭാഗവും സാധാ പോലെ ഇരിക്കും. അപ്പോൾ ഈ ഗ്ലേസിംഗ് ഉള്ള ഭാഗം നമ്മുടെ ക്ലോത്തിലേക്ക് വരുന്ന രീതിയിൽ വരണം നമ്മൾ അയൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ബാക്കി വന്ന ലൈനിങ് പീസിലേക്ക് ഈ 2 ക്യാൻവാസും വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പൊ ഇതേപോലെ ഞാൻ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അയൺ ചെയ്തെടുത്ത ശേഷം നമ്മൾ ഈ ക്യാൻവാസിന്റെ കുറച്ച് പുറത്തേക്ക് ക്ലോത്ത് വരുന്ന രീതിയിൽ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്ത ശേഷം ഈ പുറത്തേക്ക് വരുന്ന ക്ലോത്ത് ഒക്കെ നമ്മുടെ ക്യാൻവാസിലേക്ക് ചേർത്ത് ഇതേപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ ഒരു ഷേപ്പിന് കറക്റ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതേപോലെ തന്നെ ബാക്ക് പീസും ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ 2 പീസും നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്രണ്ട് പീസിൽ ഇതേപോലെ അതിന് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള നോച്ചില്ലേ അത് കറക്റ്റായിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ നീങ്ങി പോകുന്നതിന് പിൻ ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഭാഗത്തുള്ള മുത്തുകളൊക്കെ നമ്മളൊന്ന് പറിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം അവിടെ സ്റ്റിച്ച് ആയാൽ നമ്മുടെ സൂചി പൊട്ടിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇത് ക്ലോത്തിലാണ് സ്റ്റിച്ച് വരേണ്ടത്, ക്യാൻവാസിന്റെ മുകളിൽ സ്റ്റിച്ച് വരാൻ പാടില്ല കേട്ടോ. കറക്റ്റ് ആ എഡ്ജിലൂടെ സ്റ്റിച്ച് ചെയ്യണം, കാരണം ആ സ്റ്റിച്ചിങ്ങിലാണ് ഈ നെക്കിന്റെ ഷേപ്പ് ഉണ്ടാവുക. അപ്പൊ അത് ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതേപോലെ ഈ കോണിൽ വരുന്ന സമയത്ത് നമ്മൾ സൂചി കുത്തി നിർത്തിയിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് തിരിച്ചു കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ.
അപ്പൊ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതാകണ്ടോ സ്റ്റിച്ച് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാകുന്നുണ്ടാവും. നമ്മുടെ ക്യാൻവാസിലല്ല, പുറത്ത് ക്ലോത്തിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇതേപോലെ നിവർത്തി വെച്ചിട്ട് നമ്മളൊരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വരുന്ന രീതിയിൽ ഇതേപോലെ ഈ ഷേപ്പിനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ചെറിയ നോച്ചിട്ട് കൊടുക്കുക കേട്ടോ. എങ്കിലേ നമ്മൾ തിരിച്ചിടുന്ന സമയത്ത് ഈ ഷേപ്പ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. നോച്ചിടുന്ന സമയത്ത് ഡ്രസ്സിൽ ആ സ്റ്റിച്ചിങ്ങിൽ തട്ടാതെ ശ്രദ്ധിക്കുക കേട്ടോ. അതിനുശേഷം ഈ നെക്കില്ലേ ഇതേപോലെ നമ്മൾ നിവർത്തുന്ന സമയത്ത് ഉണ്ടോ ഈ തയ്യൽ തുമ്പ് നമ്മൾ ഈ ക്ലോത്തിന്റെ ഭാഗത്തേക്ക് പോകാൻ പാടില്ല, ക്യാൻവാസിന്റെ സൈഡിലേക്ക് വരുമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതിന്റെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു ഷേപ്പ് കറക്റ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം നമ്മുടെ ലൈനിങ് മെയിൻ ക്ലോത്ത് ഇതേപോലെ ഒന്ന് നിവർത്തിയിട്ട ശേഷം ഇതിന്റെ ഈ ഭാഗമല്ലേ ഇത് ലൈനിങ്ങിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഈ അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു ഷേപ്പ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അതായത് ഇതിന്റെ സ്റ്റിച്ച് ലൈനിങ്ങിലേ വീയാൻ പാടുള്ളൂ, നമ്മുടെ മെയിൻ ക്ലോത്തിൽ ഒട്ടും തന്നെ സ്റ്റിച്ച് വീയാതെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പൊ അതിനൊരു സ്റ്റാൻഡേർഡ് ലുക്ക് കിട്ടും. അപ്പോൾ ഇതേപോലെ ഫ്രണ്ട് നെക്കിന്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പീസിലെ നെക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യാൻ പകുതിയാക്കി വെച്ച ശേഷം, അതായത് ലൈനിങ്ങിൽ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതിന്റെ മുന്നേ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സെന്ററിൽ ഇതേപോലെ കുറച്ചൊന്ന് നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത ശേഷം നമ്മളൊരു ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. ഈ ക്രോസ് പീസ് വെച്ചിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നമ്മുടെ ബാക്ക് പീസിന്റെ നല്ല വശത്തേക്ക് നമ്മൾ ക്രോസ് പീസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ക്രോസ് പീസിന്റെ ഈ അറ്റത്തോടെ ഒരു 1/4 ഇഞ്ച് വീതി വരുന്ന രീതിയിൽ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ആ കോണ് വരുന്ന സ്ഥലമല്ലേ അവിടെ നമ്മൾ ഇതേപോലെ കോണായിട്ട് സൂചി ഒന്ന് കുത്തിപ്പിടിച്ചിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാട്ടോ ചെയ്യുന്നത്. അവിടെ ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും, നല്ലപോലെ ശ്രദ്ധിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാലൻസ് വരുന്ന ഈ ഒരു പീസ് കട്ട് ചെയ്യുക. നമ്മൾ ആ ഭാഗത്തൊക്കെ ഓരോ നോച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ക്രോസ് പീസ് ഇതേപോലെ ഒന്ന് നിവർത്തി വെച്ചിട്ട് ഇതിന്റെ അരികിലൂടെ ആ ഒരു വി ഷേപ്പ് കറക്റ്റ് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇവിടെ വലിയ സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. ചെറിയ സ്റ്റിച്ച് അല്ല, വലിയ സ്റ്റിച്ചാണ്. കാരണം നമുക്ക് അവിടെ ഒന്ന് സ്റ്റിച്ച് തുന്നയച്ചെടുക്കാനുണ്ട്. ഇപ്പൊ താൽക്കാലികമായിട്ടാണ് ഈ സ്റ്റിച്ച് നമ്മൾ കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്ച്ച ക്യാൻവാസിന്റെ ഭാഗമില്ലേ ആ ഭാഗം നമ്മൾ ഇതേപോലെ ഒന്ന് ഷേപ്പ് കറക്റ്റ് ആക്കി വെച്ചിട്ട് നമ്മൾ ഫ്രണ്ടിൽ സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ ഇപ്പുറത്തൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഈ സ്റ്റിച്ച് നമ്മൾ എന്താണ് വലിയ സ്റ്റിച്ച് ആട്ടോ കൊടുക്കുന്നത്. കാരണം ഇത് ലൈനിങ് പീസിൽ മാത്രമല്ല മെയിൻ ക്ലോത്തിലും ഈ സ്റ്റിച്ച് വരും. അപ്പൊ അതിനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇത് സ്റ്റിച്ച് തുന്നയിച്ച് കളഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് ഹെമ്മിങ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഫ്രണ്ട് പീസിന്റെ നല്ല വശത്തേക്ക് ബാക്ക് പീസിന്റെ നല്ല വശം വരുന്ന രീതിയിൽ നമ്മൾ വെച്ചു കൊടുക്കുക. അങ്ങനെ വെച്ചു കൊടുത്ത ശേഷം ഇത് കണ്ടോ, നമ്മുടെ ലൈനിങ് പീസ് നമ്മുടെ ക്യാൻവാസോടെ ചേർത്ത് നമ്മൾ മറിക്കുക. അതായത് ക്യാൻവാസിന്റെ പീസും ലൈനിങ്ങും ഒന്നിച്ചാണല്ലോ ഉണ്ടാവുക, അത് ചേർത്ത് മറിക്കുക. ബാക്ക് പീസിന്റെ ഇത് മറിച്ചിട്ട് ഫ്രണ്ട് പീസിന്റെ അടിയിലേക്ക് കൊണ്ടുവരിക. ഞാൻ വീഡിയോയിൽ ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. 2 ലൈനിങ് പീസ് ഒന്നിച്ച്, 2 നല്ല പീസ് ഒന്നിച്ച് വേണം വരാൻ. ഇതേപോലെ 4 പീസും ചേർന്ന് വരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം നമ്മളിതാ ഈ അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഷോൾഡർ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഡബിൾ സ്റ്റിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തിട്ട് ഇത് നിവർത്തുമ്പോൾ ഇതിന്റെ നല്ല വശം ഇതേപോലെയാണ് ഉണ്ടാവുക. പിന്നെ ഈ കാണുന്ന ഈ ഒരു ത്രെഡ് നമ്മൾ ഹെമ്മിങ് ചെയ്തതിന് ശേഷം അങ്ങ് അഴിച്ചു മാറ്റാണ് കേട്ടോ ചെയ്യുന്നത്. ബാക്ക് വശം ഇതേപോലെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇതേ 2 സൈഡ് ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇതേപോലെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങാനും അവിടെ ആ കല്ലുകൾ ഉണ്ടെങ്കിൽ ഒന്ന് പറിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണേ. പിന്നെ ഇതിന്റെ ഈ സൈഡിലൂടെ നമ്മൾ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടെ ചേർത്തിട്ട് ഒരു പ്രസ് അടിപ്പ് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ സ്ലീവ് ഇതേപോലെ ചേർത്ത് പിടിച്ചിട്ട് ഇതിന്റെ ഫ്രണ്ട് പോർഷൻ ഏതാണ് ബാക്ക് പോർഷൻ ഏതാണെന്ന് നോക്കണം. കുറഞ്ഞിരിക്കുന്നതാണ് ഫ്രണ്ട് പോർഷന്, കൂടുതലുള്ളത് ബാക്ക് പോർഷനും ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഫ്രണ്ട് പോർഷന്
ഫ്രണ്ട് പോർഷന്റെ നല്ല വശം നമ്മുടെ ബോഡി പാർട്ടിലെ ഫ്രണ്ട് പോർഷന്റെ നല്ല വശത്തേക്ക് വരുന്ന രീതിയിൽ വേണം സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ. ആ സൈഡ് നമുക്ക് മാറിപ്പോവാൻ പാടില്ല കേട്ടോ. ഞാനിപ്പോ നോക്കിയ സമയത്ത് ഫസ്റ്റിലെ സ്ലീവ് അല്ല, അപ്പൊ രണ്ടാമത്തെ സ്ലീവ് ഇതേപോലെ നോക്കുന്ന സമയത്ത് ഇതാണ് ഇതിന്റെ ഫ്രണ്ട് പോർഷൻ. അപ്പോൾ നമ്മുടെ ക്ലോത്തിന്റെ ഫ്രണ്ട് പോർഷൻ ഇതാണ്. ഇതിന്റെ രണ്ടിന്റെയും നല്ല വശം ഇതേപോലെ ചേർത്ത് വെക്കാം. ഇതിന്റെ സെന്ററിൽ നമ്മൾ മാർക്ക് കൊടുത്തില്ലേ, ആ മാർക്ക് കൊടുത്ത ഭാഗം നമ്മുടെ ജോയിൻ ചെയ്ത ഷോൾഡറിലേക്ക് വെച്ചിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്ത് ജോയിൻ ചെയ്യാട്ടോ ചെയ്യേണ്ടത്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ആവുന്നുണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതേപോലെ ബാക്ക് സൈഡ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോ ഫസ്റ്റ് നമ്മളൊരു കെട്ടിട്ട് കൊടുത്ത ശേഷം ഓരോ പ്ലീറ്റ്സുകളായിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലീറ്റ്സ് ഇടാം കേട്ടോ. വലിയത് വേണേൽ വലിയതിടാം, ചെറുതാണേൽ ചെറുത്. അങ്ങനെ നമ്മൾ പ്ലീറ്റ്സ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇതിന്റെ ബാക്കി വെച്ചിട്ട് ഷോൾഡറിലേക്ക് ജോയിൻ ചെയ്ത് നോക്കണം കേട്ടോ. വെച്ച് നോക്കണം അത് ഫുള്ളായിട്ട് കിട്ടുമോ എന്നുള്ളത്. ആ കിട്ടുന്ന ആ ഒരു പോയിന്റിൽ വെച്ചിട്ട് പ്ലീറ്റ്സ് ഇടൽ നമ്മൾ നിർത്തണം കേട്ടോ. അപ്പോൾ ഒരു വശം നമ്മൾ സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ ഇത് തിരിച്ചു വെച്ചിട്ട് ഇതിന്റെ ബാക്കിയുള്ള പോർഷന് കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യേണ്ടത്. ഇനി ഇതിന്റെ മുകളിലൂടെ നമ്മൾ ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾ ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ബാക്കിലേക്ക് കട്ട് ചെയ്ത് വെച്ച വള്ളിയുടെ പീസില്ലേ, ആ പീസ് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതിന്റെ ഈ കോൺ ഇങ്ങനെ ചെയ്ത് ഇവിടെ എത്തുമ്പോൾ സൂചി കുത്തി പിടിച്ചിട്ട് സ്ട്രൈറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതേപോലെ ഫസ്റ്റ് ആ കോണായിട്ടുള്ള ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ കോണിൽ എത്തുന്ന സമയത്ത് ഇതേപോലെ സൂചി കുത്തിയിട്ട് നമ്മൾ തിരിച്ചിട്ടിട്ട് സ്ട്രൈറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇനി നമ്മൾ ഇതേപോലെ വെച്ചിട്ട് ചെറിയ ചെറിയ കട്ടിങ്സ് കൊടുക്കുക. ഇതേപോലെ കോണ് വരുന്ന ഭാഗത്ത് കട്ടിങ് കൊടുക്കുക കേട്ടോ. അല്ലാത്തടത്ത് അധികം കട്ടിങ്സ് കൊടുക്കണമെന്നില്ല, സ്ട്രെയിറ്റ് ആയിട്ടല്ലേ ഉള്ളത്. ഇനി നമ്മൾ കോല് പോലത്തെ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇതേപോലെ കുത്തിയിട്ട്, ഞാനിപ്പോ പപ്പടക്കോലാണ് കേട്ടോ എടുത്തത്. ഇതേപോലെ നമ്മള് മറിച്ചിടുന്ന സമയത്ത് ഇതിന്റെ ഈ കോണ് വരുന്ന ഭാഗങ്ങളൊക്കെ നല്ലോണം കുത്തിയിട്ടൊന്ന് നിവർത്തിയെടുക്കണേ. അപ്പോൾ നമ്മുടെ രണ്ട് ഭാഗത്തെ വള്ളി ഞാൻ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ച ബോഡി പാർട്ടിന്റെ ഈ നോച്ചിട്ട ഭാഗമല്ലേ, ഈ നോച്ചിന്റെ കുറച്ച് താഴെയായിട്ട് ലൈനിങ്ങും മെയിൻ ക്ലോത്തൂടെ ചേർത്തിട്ട് അതിന്റെ മുകളിലേക്ക് നമ്മുടെ ഈ വള്ളിയില്ലേ, ഈ വള്ളിയുടെ സ്റ്റിച്ചിങ് വരുന്ന ഭാഗം താഴെയായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. സ്റ്റിച്ചിങ് വരുന്ന ഭാഗം താഴേക്ക് വെക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഇതിന്റെ തന്നെ അപ്പുറത്തെ സൈഡിൽ നമ്മൾ ഇതേപോലെ വെച്ചിട്ട് ജസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇതുണ്ടോ, ഇതേപോലെ നമ്മൾ വള്ളി ജസ്റ്റ് ഒന്ന് കിട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ടോപ്പ് മറിച്ചിട്ടിട്ട് ഇതിന്റെ കൈയില്ലേ, ഈ കൈൻ്റെ ഈ ഭാഗം വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഈ നോച്ചിട്ട ഭാഗമല്ല, അതായത് നമ്മളൊരു മാർക്കിംഗ് കൊടുത്ത ആ ഷേപ്പിന്റെ ആ ഭാഗം അവിടെ വരെ ജസ്റ്റ് സ്റ്റിച്ച് ചെയ്യാട്ടോ. പിന്നെ ഈ വള്ളി നല്ല വശത്ത് അതിന്റെ ഉള്ളിലേക്കായിട്ട് വെച്ച് കൊടുക്കാട്ടോ. എന്നിട്ട് നമ്മൾ ഈ വള്ളി ഫിറ്റ് ചെയ്തില്ലേ, ഈ വള്ളി ഫിറ്റ് ചെയ്തതിന്റെ കുറച്ച് താഴെ വരെ നമ്മൾ എന്ത് ചെയ്യുക, ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഒക്കെ ചേർത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാട്ടോ. അതിനുശേഷം നമ്മുടെ മെയിൻ ക്ലോത്ത് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ചെരിഞ്ഞ് നീക്കി കൊടുക്കുക. എന്നിട്ട് അതിന്റെ മുകളിലേക്ക് നമ്മുടെ ലൈനിങ് വെച്ചിട്ട് ഇതേപോലെ വെച്ചിട്ടൊന്ന് ലൈനിങ് മേലെ മാത്രം സ്റ്റിച്ച് ചെയ്യാട്ടോ. മെയിൻ ക്ലോത്ത് പെടാതെ സ്റ്റിച്ച് ചെയ്യണം. അതിനുശേഷം ഇത് ഇങ്ങനെയാണല്ലോ ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ മെയിൻ ക്ലോത്ത് മാത്രം എടുത്തിട്ട് നമ്മൾ ആ 4 പീസും ജോയിൻ ചെയ്തില്ലേ, അവിടെ നിന്ന് തൊട്ടിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് മെയിൻ ക്ലോത്ത് മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കറക്റ്റ് മനസ്സിലാവും. ഫസ്റ്റ് നമ്മൾ കൈൻ്റെ ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മളെ കൈക്കുഴിന്റെ ആ തയ്യൽ തുമ്പ് വരുന്നില്ലേ, അത് താഴോട്ടേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. കാരണം ഇത് ഫ്ലെയർ വരുന്ന സ്ലീവ് ലൈനിങ് ഇല്ലാത്തതോ അല്ലേ, അപ്പോൾ ആ തയ്യൽ തുമ്പ് പുറത്തേക്ക് കാണാതിരിക്കാൻ അങ്ങനെ ചെയ്യണേ. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഫസ്റ്റിലെ 2 പീസ്, പിന്നെ മെയിൻ ക്ലോത്ത്, ലൈനിങ്, ഈ 4 പീസും ചേർത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്തിട്ടുള്ള 1 ഇഞ്ച് തയ്യൽ തുമ്പില്ലേ, ആ 1 ഇഞ്ച് കറക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇതുണ്ടോ, ഇതേപോലെ ഈ വള്ളി കഴിഞ്ഞിട്ട് കുറച്ച് താഴെ വരുന്ന രീതിയിൽ സ്റ്റിച്ച് നിർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മെയിൻ ക്ലോത്ത് രണ്ടും ജസ്റ്റ് ഒന്ന് നീക്കി കൊടുക്കുക കേട്ടോ ഉള്ളില്.
അതുപോലെ ഒരുപാട് നീക്കണ്ട. ഈ ജസ്റ്റ് ഞാൻ ഈ വെച്ചിട്ടുള്ള ഈ ഒരു ഇതില്ലേ, ഇത്ര മാത്രം നീക്കിയാൽ മതി കേട്ടോ, ചെറിയൊരു ചെരിവ്. എന്നിട്ട് ഇത് കവർ ചെയ്തിട്ട് നമ്മൾ ലൈനിങ്ങിന്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇവിടുന്ന് താഴോട്ടേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ നേരത്തെ വിട്ട 1 ഇഞ്ച് തയ്യൽ തുമ്പ് വേണ്ട, നമ്മളൊരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിൽ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതിയാകെ. പിന്നെ നേരത്തെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞില്ലേ, ഇത് നമ്മുടെ ലോക്ക് മെഷീനിൽ സ്റ്റിച്ച് ചെയ്തതും ഇത് നോർമൽ മെഷീനിൽ സ്റ്റിച്ച് ചെയ്തതും കേട്ടോ. രണ്ടും ഒരേപോലെ ഇരിക്കും. ഒന്നില് സിഗ്സാഗ് ഉണ്ടാവും, മറ്റതിന് നോർമൽ സ്റ്റിച്ച് ആണേ ഉള്ളൂ. രണ്ടും ഒരുപോലെ നമുക്ക് കിട്ടും കേട്ടോ. ഇനി നമ്മൾ ലൈനിങ് മാറ്റി വെച്ചിട്ട് നമ്മൾ മെയിൻ ക്ലോത്ത് എടുക്കുക. മെയിൻ ക്ലോത്ത് രണ്ടും ഇതേപോലെ ഒന്ന് കെട്ടിട്ട് കൊടുത്തിട്ട് കുറച്ച് മുകളിലേക്ക് കയറ്റി സ്റ്റിച്ച് ചെയ്യണേ. കെട്ടിട്ട് എടുത്തിട്ട് നമ്മൾ ഇതേപോലെ താഴേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഇതേപോലെ നമ്മൾ ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് നല്ലപോലെ നിവർത്തി ഇട്ട് കൊടുക്കുക. എന്നിട്ട് താഴ് ഭാഗം വെച്ച് നോക്കാം കേട്ടോ, എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുണ്ടോന്ന്. അപ്പോൾ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് മാറ്റിയ ശേഷം നമ്മൾ താഴ് ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച കല്ലില്ലേ, അതെന്തിനാ വെച്ചാൽ ഈ ബാക്ക് പോർഷനിലൊക്കെ പഴയ ഡ്രസ് ആയതുകൊണ്ട് കുറച്ച് കല്ലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ആ ഭാഗങ്ങളിലൊക്കെ ഞാൻ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.